പ്രിയമുള്ളവരെ നമസ്കാരം. തലവൻ, സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും പൗർണമിയും പോലുള്ള ഫീൽ ഗുഡ് മൂവികൾ എടുത്തിട്ടുള്ള ജിസ് ജോയ്, ബിജു മേനോൻ, ആസിഫ് അലി എന്നിവരെ അണിനിരത്തി സംവിധാനം ചെയ്ത പുതിയ സിനിമയാണ് തലവൻ. ഇതാ സിനിമ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇവരെ കൂടാതെ അരുൺ, മിയ, അനുശ്രീ, ജാഫ്രി ഡിക്കി, കോട്ടയം നസീർ, ശങ്കർ രാമകൃഷ്ണൻ തുടങ്ങി ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. കൂടുതലും നന്മയുള്ള ഫീൽ ഗുഡ് മൂവികൾ ചെയ്തുകൊണ്ടിരുന്ന ജിസ് ജോയ് ആ ജോണറെ മാറ്റി ഒരു ക്രൈം ത്രില്ലർ റൂട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സബ്ജക്റ്റിൽ പുതുമ എന്നൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും മേക്കിംഗ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം വേറെ ലെവലാണ്. ഫസ്റ്റ് ഹാഫിൽ അല്പം ലാഗ് ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫിൽ സിനിമയ്ക്കൊപ്പം പ്രേക്ഷകരെയും കൊണ്ടുപോകാൻ ജിസ് ജോയ് എന്ന സംവിധായകന് ഈ സിനിമയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിലെ 2 പോലീസ് ഓഫീസർമാർ തമ്മിലുള്ള പരസ്പരം സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്ത ഈഗോ പ്രശ്നങ്ങൾ, അതിനിടയിൽ സംഭവിക്കുന്ന ഒരു കൊലപാതകം, ആ കൊലപാതകം ആര് ചെയ്ത് ആരാണെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ പലരെയും പ്രതിസ്ഥാനത്ത് കാണുമെങ്കിലും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റാണ് അവസാനം. ആ ട്വിസ്റ്റിലൂടെ അവസാന സീൻ വരെ സസ്പെൻസ് നിലനിർത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആസിഫ് അലിയുടെ ഒരു കംബാക്ക് തന്നെയാണ് ഈ സിനിമ. ആസിഫ് അലിയും ബിജു മേനോനും ഒരു ബാലൻസിങ് കീപ്പ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഫാമിലിക്കും ഇഷ്ടപ്പെടാൻ പോകുന്നൊരു സിനിമ തന്നെയാണ് തലവൻ. ഇടയ്ക്ക് ഒന്ന് പാളിയെങ്കിലും മലയാള സിനിമ വീണ്ടും വസന്തകാലത്തിൻ്റെ റൂട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം റിലീസായ ടർബോയും ഇന്ന് റിലീസായ തലവനും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തായാലും നിങ്ങൾ ഈ തലവൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിടുക. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ നിരൂപണങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അവലോകനങ്ങളെല്ലാം എൻ്റെ സ്വന്തം അഭിപ്രായങ്ങളാണ്. അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുമായി അല്ലെങ്കിൽ മറ്റുള്ളവരെ തരംതാഴ്ത്തി കാണിക്കാനോ ഒന്നും ഉദ്ദേശിച്ചല്ല. എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുന്നു, അത്ര തന്നെ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.